ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ആൽബിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ട് സോണി കിരണിനെ വിളിക്കുന്നുണ്ട്. ആ സമയത്ത് കല്യാണി കിരണോട് പറയുന്നുണ്ട്, കിരണേട്ടാ വിക്രം ആവാനാണ് ചാൻസ് എന്ന് പറയുമ്പോൾ കിരൺ പറയുന്നുണ്ട് മാക്സിമം ചാൻസ് രാഹുൽ തന്നെയാണ്. കാരണം രാഹുലാണ് കല്യാണം മുടക്കാൻ വേണ്ടി പല വഴികൾ നോക്കിയത്. അയാൾ അതിനെ മെന്റൽ ഹോസ്പിറ്റലിലല്ലേ എന്ന് കല്യാണി പറയുമ്പോൾ കിരൺ പറയുന്നുണ്ട്, അയാൾ മെന്റൽ ഹോസ്പിറ്റലാണെന്ന് വിചാരിക്കൊന്നും വേണ്ട കല്യാണി, അവിടെ നിന്ന് അയാൾക്ക് പലതും ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയാം കേട്ടോ. പക്ഷെ കല്യാണിക്ക് അത് പോരാ. കല്യാണിക്ക് വല്ലാത്തൊരു സംശയമുണ്ട് വിക്രത്തിന് നേരെ. അങ്ങനെ കല്യാണി സൈറ്റിലേക്ക് പോകുന്ന വഴിയാണ് വിക്രത്തിനെ വഴി അരികെ വെച്ച് കാണുന്നത്. അങ്ങനെ വിക്രത്തിനെ കാണുമ്പോൾ തന്നെ കല്യാണിക്ക് ഉറപ്പിക്കുകയാണ് വിക്രം തന്നെയാണ് ഇതിന്റെ പുറകെന്ന്. അതിനെ വിക്രത്തിനെ കൊണ്ട് തന്നെ മറുപടി പറയിക്കണം. അതിനു വേണ്ടി നാട് റോഡാന്ന് കല്യാണി വിചാരിക്കുന്നില്ല. അവിടെ ഇറങ്ങി വിക്രത്തിനോട് സത്യം ചോദിക്കുമ്പോൾ സത്യം ഒന്ന് വിക്രം ആദ്യം പറയട്ടോ, ഞാൻ എന്ത് ചെയ്യാനാ, അയാളുടെ കയ്യിലിരിപ്പോണ്ട് അയാൾക്ക് അടി കിട്ടി, ഞാൻ എന്ത് ചെയ്യാനാ, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതിനുശേഷം കല്യാണി മുഖത്ത് മാറി മാറി അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിക്കുമ്പോൾ വിക്രം തല്ല് കൊള്ളുന്നതല്ലാതെ വിക്രത്തെ തിരിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം വിക്രം പണിയെടുക്കാത്ത തടിയായതുകൊണ്ട് വിക്രത്തിന് അടിക്കാനുള്ള ശേഷിയൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ കല്യാണിന്റെ അടിയെല്ലാം കൊണ്ട് അവസാനം വേദന കൊണ്ട് സഹിക്കാൻ പറ്റേണ്ട വിക്രം സമ്മതിക്കുകയാണ്, അതെ ഞാൻ തന്നെയാണ് അത് ചെയ്തത്, നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും, പോയി ചെയ്യടി എന്ന് പറയാണ്. നോക്കോടെ നിനക്ക് ഞാൻ കാണിച്ചു തരൂടാ എന്ന് പറഞ്ഞിട്ടാണ് കല്യാണി അവിടെ നിന്ന് പോകുന്നത്. ശേഷം കല്യാണി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയാണ്. വിക്രത്തിനെ പോലീസുകാർ പൊക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ വിക്രത്തിനുള്ള എല്ലാ കേസും നമ്മുടെ കല്യാണി പറയാണ്. ഇതിന് മുമ്പ് ഇതിനെതിരെ കേസ് ഉണ്ടായിരുന്നു. അങ്ങനെ കോടതിക്ക് അല്ലെങ്കിൽ തന്നെ വിക്രത്തിനെ കണ്ടെടുത്താൽ കാരണം 3 മാസം മുമ്പാണ് ഇവിടെ കോടതിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവർ പോയേ ഉള്ളൂ. അതുകൊണ്ട് മാത്രമല്ല ശരണ്യയുടെ കേസും അതിൻ്റെ ആൽബിയെ തലക്കടിച്ചതിന്റെ തെളിവ് സഹിതം കല്യാണി കാണിക്കുന്നുണ്ട്. കാരണം പ്രൊമോയിൽ കാണിക്കുമ്പോൾ അറിയാം ആ ജഡ്ജിയുടെ കയ്യിൽ ഫോണോ എന്തോ ഒരു സംഭവം ഉണ്ട്. കാരണം ക്യാമറ എന്തെങ്കിലും സെറ്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ ആൽബിയുടെ വീട്ടിൽ. അങ്ങനെ ക്യാമറ ചിത്രത്തിൽ മിക്കവാറും വിക്രം 18 ഉണ്ടാവും. അങ്ങനെയാണ് വിക്രത്തിന് അടി കിട്ടാൻ പോകുന്നത്. അങ്ങനെ വിക്രമാണെന്ന് അങ്ങനെ സ്ഥാപിക്കുകയാണ് കോടതി. അങ്ങനെ വിക്രത്തിന് മാക്സിമം ശിക്ഷ തന്നെ വിക്രത്തിന് കൊടുക്കുകയാണ്. പ്രകാശനൊന്നും ചെയ്യാൻ പറ്റുന്ന അവസ്ഥയാണ്. കാരണം തെളിവ് സഹിതമാണ് കോടതി പൊക്കിയിരിക്കുന്നത്. അങ്ങനെ കല്യാണം തന്നെ കോടതിയിൽ വിക്രത്തിന് ജയിലിലും വധശിക്ഷയും എന്താ ശിക്ഷ കൊടുക്കാൻ പറ്റുന്ന ആ ശിക്ഷ മാക്സിമം വിക്രത്തിന് കിട്ടാൻ പോണ മാക്സിമം ശിക്ഷ തന്നെ നമ്മുടെ കല്യാണി വാങ്ങിച്ചു കൊടുക്കുക കേട്ടോ. അതിനെ പോരാണ്ട് നമ്മുടെ ആൽബിയും സോണിയും ശരണ്യൊക്കെ വിക്രത്തിനെതിരെ സാക്ഷി ഇങ്ങനെ വിക്രത്തിനെതിരെയായിട്ട് കോടതിയിൽ മൊഴിയൊക്കെ കൊടുക്കുന്നുണ്ട്. എന്തായാലും കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.